വസീഫ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ചേരുന്നുണ്ട്. വസീഫ്, പിണറായി ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം അല്പം മുമ്പ് ഞങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹം പറയുന്നത് നേരത്തെയും ഇത്തരം ചില സംഭവങ്ങൾ ആ ഓഫീസ് പരിസരത്തുണ്ടായിരുന്നു. രാത്രിയിൽ സ്ത്രീകൾക്ക് അവിടെ നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് താലിബാനിസം എന്നൊരു വാക്ക്, അത് ഈ സംഭവവുമായി ചേർത്ത് ആരോപണങ്ങളുടെ ഭാഗമായി വരുന്നുമുണ്ട്. അങ്ങനെയൊന്നുണ്ടോ? മറ്റെവിടെയെങ്കിലും സമാനമായ ദുസ്ഥിതിയുണ്ടോ? ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കുറെ കൂടി വ്യക്തത വന്നിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം, ഉണ്ടായിട്ടുണ്ട് മുൻപ്. അതിൽ സംഘപരിവാർ സംഘടനകളാണ് പലയിടത്തും ഇതുപോലെയുള്ള ആൾക്കൂട്ട വിചാരണകൾ നടത്തി ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും അവരുടെ ആത്മാഭിമാനത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വലിയ ആക്ഷേപം ഉന്നയിച്ച് അവരെ മർദ്ദിക്കുകയും ആൾക്കൂട്ട ആക്രമണത്തിനൊക്കെ ഇരയാക്കുന്ന സാഹചര്യം രാജ്യത്ത് പലയിടങ്ങളിലും നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു ചെറിയൊരു രൂപമായി ഇവിടെ SDPI പോലെയുള്ള സംഘടനകൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ പ്രാഥമിക വിവരം. തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു നിലക്കും, അത് ഭൂരിപക്ഷ വർഗീയതയുടെ ആളുകളായാലും ന്യൂനപക്ഷ വർഗീയതയുടെ ആളുകളായാലും, ഒരു നിലക്കും അങ്ങനെയുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകാനോ അവരെ വെച്ചുപൊറുപ്പിക്കാനോ കേരളത്തിലെ പൊതുജനം തയ്യാറല്ല. അതിന് വലിയ വില അവർ നൽകേണ്ടി വരും. അത് ഏത് സംഘടനയായാലും വലിയ പ്രതിരോധവും പ്രതിഷേധവും. അതിലൊരു കാര്യം, യുവതിയുടെ മാതാപിതാക്കളൊക്കെ CPI-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. എന്നിട്ട് പോലും അവർക്ക് ഈ വിഷയത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തവർ നിരപരാധികളാണെന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അവർക്കും കഴിയുന്നില്ല. പാർട്ടിയുടെ ആ രീതിയിലുള്ള ഒരു പിന്തുണ അവർക്ക് നൽകാൻ പറ്റിയിട്ടുണ്ടോ നമുക്കറിയില്ല, കൂടുതൽ അന്വേഷിക്കേണ്ട വിഷയമാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി പശ്ചാത്തലം ഉണ്ടായിട്ട് പോലും അവർക്ക് ഒരു നേരിന് വേണ്ടി മുന്നോട്ട് വരാൻ കഴിയുന്നില്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയല്ലേ അത്? അതെന്താണ് അതിന്റെ ഒരു പ്രാദേശികമായിട്ടുള്ള വശം എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് വിവരങ്ങളൊന്നും എനിക്കിപ്പോൾ കിട്ടിയിട്ടില്ല. നമുക്ക് പരിശോധിക്കാം. ഇവിടെ പരാതി കൊടുക്കുന്നവർക്ക്, ഇങ്ങനെ ഇരയാകുന്നവർക്ക് ശക്തമായ പിന്തുണയും അവരോടൊപ്പം ഏതറ്റം വരെ നിൽക്കാനും തയ്യാറായി ഞങ്ങളുണ്ടാകും. അതിലൊരു തർക്കവും വേണ്ട. DYFI എന്നുള്ള നിലക്ക് ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കും. ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായ അന്വേഷണം നടത്തി ഇതിലെ കുറ്റക്കാരുടെ അടുത്തേക്ക് എത്തുകയും മേലിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം കേരളത്തിൽ ഒരിടത്തും നടക്കാത്ത തരത്തിലുള്ള ജാഗ്രതയും ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ SDPI പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ തനി രൂപം എന്താണ് എന്ന് ഈ നാട് അറിയുകയാണ്. ഈ നേരത്തെ സംഘപരിവാരത്തിനെതിരെ നമ്മൾ ഒരു വശത്ത് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ മറുവശത്ത് ഇവിടെ ന്യൂനപക്ഷ വർഗീയതയുടെ പേരിൽ ന്യൂനപക്ഷ വർഗീയത കത്തിക്കുന്ന തരത്തിലേക്ക് വൈകാരികമായി ചെറുപ്പക്കാരെ കൂടെ നിർത്തുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ ഭരണഘടനയൊക്കെ നിയമ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കുന്ന ഈ വർഗീയ സംഘടനകളുടെ ഇടപെടലുകൾക്കെതിരെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും ഉയർന്നു വരും.